ഹലോ ഗൈസ്, ഒരു കല്യാണം എന്ന് പറയുമ്പോൾ രണ്ട് ഇണക്കുരുവികൾ ചേർന്ന ഒരു മംഗളകരമായ ഒരു കാര്യമാണ് ഈ ഒരു കല്യാണം. അവിടെ ഗൈസ് പറക്കുന്നവർ കാണും, നടക്കുന്നവർ കാണും, എഴഞ്ഞ് നടക്കുന്നവർ കാണും. അതൊക്കെ ഓരോ രീതിയിലുള്ള എൻജോയ്മെൻറ്റ് രീതിയിലുള്ള ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗൈസ്. ബട്ട് ഗൈസ് ഇതൊക്കെ എൻ്റയർലി ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഗൈസ് നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് മുന്നേറുന്നത്. അതേ ഗൈസ് ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ വലിയ അവരതങ്ങൾ കുറിച്ച് വെക്കാമെന്നാണ് ഇവർ പറഞ്ഞു തന്നെ. ഗൈസ് നമ്മൾ ഇവന്മാരെ വിളിക്കണമെന്ന് കാട്ടി ആ ഒരു കല്യാണ പന്തലിലേക്ക് ഒരു ബോംബ് എടുത്തെറിഞ്ഞിട്ടാൽ പിന്നെ ഗൈസ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം വെച്ചാൽ ഗൈസ് ഇവന്മാർ അത്രയ്ക്ക് ലെവൽ ഓഫ് ക്രിഞ്ച് ഫെസ്റ്റിൽ അവിടെ കാട്ടി കൂട്ടും. അതേപോലെ തന്നെ ഇവന്മാർ ഒരു കല്യാണത്തിന് പോണത് തന്നെ എങ്ങനെ ഒരു കല്യാണം കോളമാക്കാമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഗൈസ് ഇവന്മാർ പോണത്. അത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗൈസ്. What's all this? പിന്നെ അതേപോലെ തന്നെ ഗൈസ് നമുക്കൊരു കല്യാണം മുടക്കണമെങ്കിൽ ഇവിടുന്ന് ഒരു പാണ്ടി ലോറിയും പിടിച്ച് നോർത്ത് ഇന്ത്യയിലോട്ട് പോയി അവിടുന്ന് കുറേ ചപ്രീസിനെ കയറ്റി നേരെ കൊണ്ടുവരിക. ആ ഒരു കല്യാണ പറമ്പിലോട്ട് ഇവന്മാരെ ഇറക്കി വിടുക. ആടും പട്ടിയും കിടന്ന് മേഞ്ഞ് മറിയണക്ക് ഇവന്മാരവിടെ കിടന്ന് മറിഞ്ഞ് വേണമെങ്കിൽ പെണ്ണ് വേറെ ഏതെങ്കിലും എടുത്തുകൊണ്ട് കൂടെ പോകും. കാരണം ഇവന്മാരെ ഈ ഒരു അവരതങ്ങൾ കണ്ട് സഹിച്ചിരിക്കാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, അത്രയ്ക്ക് ലെവൽ ഓഫ് ക്രിഞ്ചാണ് ഗൈസ് ഇവരവിടെ ചെന്ന് കാണിക്കാൻ പോകണം. ഓക്കെ, അത്രയ്ക്കും അവരത് ഭാവി മൂർത്തിത്വം അവിടെ കാണിച്ചു കൂട്ടും. വേണമെങ്കിൽ ഇവന്മാർ തന്നെ ആ ഒരു വീഡിയോ എടുത്ത് റീലാക്കി ബീജവും കയറ്റി അവന്മാർ വേണമെങ്കിൽ മാസമാക്കി അവന്മാരങ്ങ് അതെടുത്തിട്ടു. Free same day delivery. ഗൈസ് ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ, അത് എഡ്യൂക്കേഷൻ്റെ പോരായ്മ കൊണ്ടാണോ, അതോ ഇനി കാര്യബോധ വിവരം ഇല്ലായ്മയുടെ കുഴപ്പം കൊണ്ടാണോ ഇവർ ഇങ്ങനെയുള്ള ക്രിഞ്ചാഫൊക്കെ എടുത്ത് ഇടുന്നത്? പിന്നെ ഒരു കാര്യമുള്ള ഗൈസ് ഇവർ നാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗൈസ്. റീലിൽ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയാം 10th സെഞ്ചുറിയിലാണ് ഗൈസ് ഇവർ സ്റ്റിൽ അലിവായിക്കൊണ്ടിരിക്കണം. ഓക്കെ, ആ ഒന്ന് ആലോചിച്ചു ഗൈസ്. ആ മുടിയൻ അവിടെ വന്ന് എന്തിനാ ഒരു തേങ്ങയിലെ കണ്ണാപ്പിൽ ഏതുപോലെ ആ ഒരു മുടിയനെ പിടിക്കാൻ വേണ്ടി ആ ഒരു കല്യാണ ചെറുക്കൻ ഒരു കല്യാണ പെണ്ണും തല്ലൊക്കെ പിടിച്ചിട്ട് എന്തൊരു വലിയ സംഭവമൊക്കെ ആക്കി ഇടുകയാണ്. ഓക്കെ, എനിക്ക് മനസ്സിലാക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ഗൈസ് എങ്ങനെ നമ്മൾ ചിരിക്കാതിരിക്കും. ഇവന്റെ മുന്നിൽ പുല്ലിംഗം പോലും ഗൈസ് വിറച്ചു പോകും. അത്രയ്ക്കും ധീരനാണ് ഗൈസ് ഇവൻ. അത്രയ്ക്കും കാട്ടവരാണ് ഇവൻ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. ഇവൻ്റെയൊക്കെ ഈ ഒരു ക്രിഞ്ചാഫൊക്കെ കണ്ട് അവരൊക്കെ ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇവരൊക്കെ സെയിം മൈൻഡ് ആയതുകൊണ്ട് ഗൈസ് ഇവർക്കൊക്കെ അത് കണ്ടിരിക്കാനുള്ള ഒരു മനക്കെട്ടി ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളൊക്കെ അവിടെ പോയി കണ്ടെങ്കിൽ ഗൈസ് നമ്മളൊക്കെ തൂങ്ങി ചത്തോളാം ഗൈസ് ഇവരെ അഫ്രതം കണ്ടു. കണ്ണാപ്പിച്ചേട്ടാ അടിപൊളിയാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കാണിക്കേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങൾ പൊള്ളിയാണ് നമുക്ക് മനസ്സിലാവും. പൊള്ളി ഗൈസ് അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടില്ല, അവൻ്റെ ഒരു അവരതം പിടിച്ച ആ ഒരു കഴിവ് കണ്ട് അവിടെ ഇരിക്കുന്ന ആ ഒരു കണ്ണാപ്പിച്ച് പെണ്ണ് അവന് ഷേക്കൻഡ് കൊടുത്തു ഗൈസ്. ഓക്കെ, അവിടെയുള്ള പെണ്ണുങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പ്രചോദനമാണ് ഗൈസ് ഇവനെ പോലുള്ള കണ്ണാപ്പികൾ. ഓക്കെ, ഇതൊക്കെയെന്ന് വെച്ചാൽ ഗൈസ് ഇതുവരെയായിട്ട് നേരം വിളിക്കാത്ത കുറേ ടൈപ്സ് ഓഫ് ടീംസ് ആണ്. ഓക്കെ, ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ വിമൽ പൊടി പ്ലസ് ഹരിതപ്പൊടി ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഹാപ്പിയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവന്മാരെ കുറേ ടൈപ്സ് അവരതങ്ങൾ പിടിച്ച റീൽസൊക്കെ കണ്ട് ഗൈസ് നമ്മളെ കണ്ണുകളിൽ ഇങ്ങനെ പറന്ന് അവസാനം ഈച്ച പറന്നിറങ്ങി ഓടി അവിടെ ചാവും ഗൈസ്. ഗൈസ് ഐ ഹാവ് നോ മോർ എക്സ്പ്ലനേഷൻ ഫോർ ദിസ്. വേറൊന്നല്ല ഗീസ്, അവിടെ സമത്വപരമായിട്ടുള്ള ഗേൾസിൻ്റെ വുമൺ ഫൈറ്റാണ് ഗീസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ അതിലൊന്നും ഇടപെടാനുള്ള ഒരു അർഹത നമുക്കില്ല. ഓക്കെ, സോ കണ്ണാപ്പി ചീസുകളുടെ ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. സോ അതേപോലെ തന്നെ ഗീസ് ഞാൻ പറഞ്ഞില്ല ഗീസ്, അവരുടെ ഡെയിലി ലൈഫിലുള്ള റൊട്ടീനാണ് ഈ ഒരു അടിയും പിടിയൊക്കെ. അതുകൊണ്ട് ഗീസ് ഇവർക്ക് പുൽട്ടരിയല്ല.
ഒന്ന് ആലോചിച്ച് ഗൈസ്, ഇവിടേക്ക് ആണെങ്കിൽ ഒരു പെങ്കുച്ചിനെ നമ്മൾ ജസ്റ്റ് നോക്കിപ്പോയാൽ പോലും പ്രശ്നമാണ്. അപ്പോഴാണ് അവിടെയാണെങ്കിൽ ഒരു പെങ്കുച്ചിന് 5-6 പേരൊക്കെ കിടത്തിയിട്ട് പറയാതിരിക്കാൻ ഗീസ്. അവന്മാർ പറയുന്നതാണ് അവിടുത്തെ നിയമം. ഓക്കെ, അതുകൊണ്ട് അവന്മാർക്ക് അവിടെ എന്ത് തെമ്മാടത്തിന് കാണിച്ചാലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഗീസ് അവിടെ വിവരമുള്ള ഏതെങ്കിലും ഒരുത്തം ഉണ്ടാകുമെന്ന് എനിക്കറിയാൻ വയ്യ. അത്രയ്ക്കും സോ ഗീസ്, ഇന്നത്തെ കോട്ട ഞാൻ ഇവിടെ നിർത്താൻ ഞാൻ പ്രേരിതനാകുന്ന രീതിയിലുള്ള ഒരു ചിന്താഗതി എനിക്ക് വരുന്നു ഗീസ്. വേറെ ഗീസ് ഇങ്ങനെയുള്ള റീലൊക്കെ ഉണ്ടാ ഗീസ്, പിന്നെ എങ്ങനെയാണ് നിർത്താതിരിക്കാൻ തോന്നുക? അതെ ഗീസ്, ഒന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. സോ ഗീസ്, ലവ് യു ഗീസ്, ബൈ ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഗൈസ്. സോ ഗീസ്, ടാറ്റ, ബൈ ബൈ, സി യു.